ഈ ബി.ജെ.പിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ പത്മജിക്ക് പണി കിട്ടുന്നാണല്ലോ കേൾക്കണേ. പത്മജിക്ക് വമ്പൻ പണിയാണ് കിട്ടുന്നത്. പത്മജിക്ക് കാരണം സുരേന്ദ്രൻ പിടിമുറുക്കി. സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വവുമായി സംസാരിച്ചു. അതുകൊണ്ട് തന്നെ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കുകയാണ്. തൃശ്ശൂരിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സീറ്റിൽ സുരേന്ദ്രൻ മത്സരിക്കും. പത്മജ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മണ്ഡലമാണ്. പത്മജിക്ക് ഇപ്പോൾ കൊടുക്കാൻ പോകുന്ന വട്ടിയൂർക്കാവാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വട്ടിയൂർക്കാവാണെങ്കിൽ ചേട്ടനായിട്ട് മത്സരിക്കേണ്ടി വരില്ലേ? അതാണ് സഹോദരി സഹോദരന്മാർ തമ്മിലുള്ള മത്സരമാണ് നടക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു മത്സരത്തിനായിരിക്കും അവിടെ കളം വഹിക്കുക. കാരണം സ്വാഭാവികമായിട്ടും അവിടെ മുരളീധരൻ്റെ സ്വന്തം സുരക്ഷിത മണ്ഡലമായിരുന്നു വട്ടിയൂർക്കാവ്. പിന്നെ അദ്ദേഹത്തെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി വടകരയിലേക്ക് കൊണ്ടുപോയി. പിന്നീടാണ് അവിടെ പ്രശാന്ത് കളം പിടിച്ചത്, അദ്ദേഹം ജയിച്ചത്. പ്രശാന്ത് ഇതിന് പോകും തോന്നുന്നില്ല. കാരണം അദ്ദേഹം വളരെ ഒരു ക്ലീൻ ഇമേജുള്ള ഒരു MLA ആണ്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ചെയ്തു കൊടുക്കുകയും എല്ലാവർക്കും സ്വീകാര്യനായ ഏത് പാതിരാത്രിക്കും അദ്ദേഹത്തെ വിളിക്കാം. ആ രീതിയിൽ അദ്ദേഹം ആ മണ്ഡലത്തെ മാറ്റിയെടുത്തു. സ്വാഭാവികമായിട്ടും VK പ്രശാന്ത് തന്നെ അവിടെ ജയിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആങ്ങളെയും പെങ്ങളും കരഞ്ഞുകൊണ്ട് പോകേണ്ടി വരും. കരുണാകരൻ്റെ ആത്മാവിന് പോലും അത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും. കാരണം സ്വന്തം മകനും മകളും തമ്മിലടിച്ച് തുന്നമ്പാടി പോകുന്നു, ആരും ജയിച്ചില്ലല്ലോ. അപ്പോൾ ആ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് പത്മജിക്കിട്ട് പണി കൊടുത്തതാണെന്നും വേണമെങ്കിൽ പറയാം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം പത്മജിക്ക് സീറ്റ് കൊടുത്തോന്ന് ചോദിച്ചാൽ കൊടുത്തു. പക്ഷേ ഇതാണ് ഒരു രക്തസാക്ഷിയാക്കി മാറ്റേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അതേസമയം ഇപ്പം നിയമവും മറ്റ് കഴക്കൂട്ടമൊക്കെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് മഞ്ചേശ്വരമുണ്ട്, അതോടൊപ്പം തന്നെ പല പല മണ്ഡലങ്ങൾ, ആലപ്പുഴയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ജയസാധ്യത ഉള്ള മണ്ഡലങ്ങൾ പലതും ഉണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം. LDF അല്പം സഹായിച്ചു കൊടുക്കും BJPക്ക്. കാരണം LDF സഹായിച്ചു കൊടുത്താലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ LDFനെ BJPയും സഹായിച്ചാൽ മതിയല്ലോ. കാരണം ഈ പറഞ്ഞതുപോലെ LDFന് UDF ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഇത് കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് BJPയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് മുക്ത ഭാരതം, അപ്പോൾ കേരളത്തിലാണ് കോൺഗ്രസിനൊരു സാധ്യത ഉള്ളത്. അപ്പോൾ അതുകൂടി അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ കോൺഗ്രസ്സിലുള്ളവരെയൊക്കെ BJPയിലേക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ VS ശിവകുമാർ എന്ന് പറഞ്ഞ പഴയ മുൻ മന്ത്രിയും MP ആയിട്ടുള്ള അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇപ്പം അത്ര സജീവമല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വമായിട്ട് അകൽച്ചയില്ല. അതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് സീറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് സീറ്റില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതും BJPക്ക് ഒരു നേട്ടമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ രാജീവ് ചന്ദ്രശേഖറിന് ഒരു മണ്ഡലം കിട്ടും. VS ശിവകുമാറുണ്ട്, ശശി തരൂർ വന്നാൽ ശശി തരൂരിന് ഒരു മണ്ഡലം കൊടുക്കാം. അതോടൊപ്പം V മുരളീധരൻ കഴക്കൂട്ടത്തുണ്ട്, വട്ടിയൂർക്കാവിൽ പത്മജയെ നിർത്താം. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ ആരും കാണാതെ പോകുന്നൊരു മണ്ഡലമുണ്ട്, ചാത്തന്നൂർ. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മണ്ഡലത്തിൽ BB ഗോപകുമാർ എന്ന സ്ഥാനാർത്ഥി ആദ്യത്തെ തവണ 35,000 വോട്ടിന് രണ്ടാം സ്ഥാനത്ത് വന്നെങ്കിൽ കഴിഞ്ഞ തവണ 15,000 വോട്ടാക്കി ആ ഭൂരിപക്ഷത്തെ കുറയ്ക്കാൻ കഴിഞ്ഞു. രണ്ടാം സ്ഥാനത്തുള്ള ഗോപകുമാറിന് 15,000 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് മറിക്കാവുന്ന വോട്ടുകളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് പത്മജ ശരിക്കും എന്തിനാണ് BJPയിലേക്ക് പോയത്? ആദ്യം പത്മജയ്ക്ക് ഗവർണർ കൊടുക്കുമെന്ന് പറഞ്ഞു. പിന്നെ എന്തോ ടൂറിസം അതിൻ്റെ എന്തോ ഒരു ചുമതല അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അതും അനക്കമില്ല. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ വട്ടിയൂർക്കാവ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു വലിയ തെരുവിലേക്ക് ഈ ആങ്ങളെയും പെങ്ങളും വലിച്ചിഴക്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്നാലും വട്ടിയൂർക്കാവ് മുരളീധരന് കൊടുക്കാനുള്ള സാധ്യതയാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത്. കാരണം അതൊരു ജയസാധ്യതയുള്ള ഒരു മണ്ഡലമാണെന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് ചിലപ്പോൾ അവിടെ കൊടുക്കാം. പക്ഷേ ഈ പറഞ്ഞ പോലെ പത്മജയും മുരളീധരനും കൂടെ നേർക്കുനേർ വന്നാലുള്ള അവസ്ഥ അറിയാമല്ലോ. സ്വാഭാവികമായിട്ട് അതിൽ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്കും വിഷമത്തോടെ മടങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം. കാരണം തമ്മിൽ ഏറ്റുമുട്ടി രണ്ടുപേരും തോറ്റ് തുന്നം പാടുന്നൊരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കും. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ചില സ്ട്രാറ്റജികളുണ്ട് രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ സുരേന്ദ്രൻ സുരക്ഷിതത്വം നോക്കിയാണ് ഇപ്പോൾ തൃശ്ശൂർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു MLA ആയിട്ട് ഇരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും സുരേന്ദ്രൻ ആ ഒരു സ്ട്രാറ്റജിയാണ് നോക്കുന്നത്. തൃശ്ശൂരിൽ BJP ജയിക്കുമോ? തൃശ്ശൂരിൽ BJP ജയിക്കുമെന്ന് അങ്ങനെ ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. കാരണം സുരേഷ് ഗോപിക്ക് അവിടെ വലിയ ഭൂരിപക്ഷം ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇനി കുറേ കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. അല്ല, അത് പക്ഷേ ഈ പറഞ്ഞ പോലെ 75,000 വോട്ടൊന്നും എന്തായാലും കള്ളവോട്ടൊന്നും വെച്ച് ചെയ്യാൻ പറ്റില്ല. അത് വേറെ കാര്യം. പക്ഷേ ഈ സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷമുള്ള സുരേഷ് ഗോപിയുടെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അതൃപ്തിയുണ്ട്. അതൊക്കെ ഒരു ഘടകമാണ്. പിന്നെ ഈ സുരേഷ് ഗോപിക്ക് കിട്ടിയതുപോലെ സുരേന്ദ്രന് ഒരു വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. ക്രിസ്ത്യൻ മേഖലയിലുള്ളവരൊന്നും സുരേന്ദ്രന് കൊടുക്കാനുള്ള സാധ്യതയില്ല. എങ്കിൽ പോലും എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ എന്നുള്ള രീതിയിലായിരിക്കാം ഒരു പക്ഷേ തൃശ്ശൂർ സെലക്ട് ചെയ്തത്. പക്ഷേ ഈ സുരേന്ദ്രനൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ സുരേന്ദ്രൻ ശരിക്കും മഞ്ചേശ്വരത്ത് നിന്ന് കട്ടയ്ക്ക് പ്രവർത്തിച്ചെങ്കിൽ ഇപ്പോൾ മഞ്ചേശ്വരത്ത് MLA ആയി മാറാമല്ലോ. ഇത് മഞ്ചേശ്വരത്ത് തുച്ഛമായ വോട്ടുകൾക്ക് തോറ്റിട്ട് പിന്നെ വന്ന് കോന്നിയിൽ നിൽക്കുന്നു. പിന്നെ വേറെ വേറെ സ്ഥലങ്ങളിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഒരു സ്ഥലത്ത് നിന്ന് പ്രവർത്തിക്കണം. അപ്പോൾ സുരേഷ് ഗോപി ആ തൃശ്ശൂരിൽ നിന്ന് തന്നെ പ്രവർത്തിച്ചു. അതിൻ്റെ ഫലം സുരേഷ് ഗോപിക്ക് കിട്ടി. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച
അവരും ഇതുപോലെ ആ മണ്ഡലത്തിൽ നിന്ന് ശ്രമിച്ചതുകൊണ്ടാണ് ജയിക്കാൻ പറ്റിയത്. പിന്നെ ഇപ്പം ഇപ്രാവശ്യം തോറ്റു. പക്ഷേ ആർ മഹേഷോ ആരാ അതുപോലെ മറ്റേ ഏതില്ല CR മഹേഷ് കരുനാപ്പള്ളി നിന്ന് പ്രവർത്തിച്ചു. പ്രവർത്തിച്ചതുകൊണ്ട് അവിടെ ജയിച്ചു. അത് ഈ പലർക്കും ഇത്തവണ തോറ്റുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആ മണ്ഡലമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത മാറി നിൽക്കാതെ കൃത്യമായിട്ട് ഇടപെടലുകൾ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മനസ്സിലാവും ഉണ്ടാവുന്നുള്ളത്. ഇപ്പോൾ PC വിശ്വനാഥ് ചെങ്ങന്നൂർ ആദ്യം നിന്ന് ജയിച്ചു, രണ്ടാമതും ജയിച്ചു. ഒരു സുരക്ഷിത മണ്ഡലം ഈ പറഞ്ഞ ഇപ്പോൾ PC വിശ്വനാഥൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ മണ്ഡലം കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കുന്നു. അങ്ങനെ നിന്ന് പ്രവർത്തിച്ചാൽ അതിനുള്ള ഫലം കിട്ടും. കാരണം അവരോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു തോന്നൽ ഉളവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. പക്ഷേ ഇങ്ങനെ നിന്ന് പ്രവർത്തിക്കാത്തവരെ ജയിക്കുന്നുണ്ട്. ശശി തരൂരൊക്കെ മുടങ്ങാൻ വരാറ് പോലുമില്ല. അത് വേറെ കാര്യം. ലീഗിൻ്റെ ഒക്കെ ആൾക്കാരൊക്കെ ഈ പറഞ്ഞതുപോലെ മണ്ഡലത്തിലൊന്നും തിരിഞ്ഞു നോക്കണമെന്നില്ല. ഒരു സമയമാകുമ്പോൾ വന്ന് അവർക്ക് വോട്ട് നേടാം. അഹമ്മദിനെ പോലെയൊക്കെയുള്ള ആളുകളൊക്കെ അന്ന് ഓർമ്മയില്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് പ്രധാനമായിട്ടും നിന്ന് പ്രവർത്തിച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്. ഈ ശോഭാ സുരേന്ദ്രൻ്റെ ആണെങ്കിലും അവർക്ക് ഒരു നിശ്ചിത സീറ്റ് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് അവരെ BJPയുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനുള്ള ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഒരൊറ്റ സ്ഥലത്ത് തന്നെ നിർത്തി മത്സരിപ്പിച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് അവർക്ക് ജയിച്ചു പോകാൻ കഴിയും. അപ്പോൾ അതാണ് BJPയുടെ ചില പ്രശ്നങ്ങൾ. അപ്പോൾ ഇത്തവണ എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും തൃശ്ശൂരിലെ സീറ്റ് സുരേന്ദ്രൻ ഉറപ്പിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വട്ടിയൂർക്കാവിൽ പത്മജയ്ക്ക് സീറ്റ് കൊടുക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി പത്മജ സ്വീകരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. അതെ, കഴക്കൂട്ടത്ത് മുരളീധരൻ. നേമത്തൊക്കെ ഇനി എങ്ങനെ വരും? മിക്കവാറും രാജീവ് ചന്ദ്രശേഖർ തന്നെ ആയിരിക്കും നേമത്ത്. രാജീവ് ചന്ദ്രശേഖർ അവിടെ ജയിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ശിവൻകുട്ടി ഇപ്പോൾ 2 ടേമായില്ലേ? ശിവൻകുട്ടിക്ക് ഇനി കൊടുക്കില്ല. അത് മാത്രമല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് ഇനിയിപ്പോൾ പുതിയ ചെറുപ്പക്കാരെയൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഇപ്പം കുണ്ട്രമണ്ഡലത്തിൽ മേഴ്സിക്കുട്ടിയമ്മയായിരുന്നല്ലോ, ഇനി കൊടുക്കില്ലല്ലോ സീറ്റ്. അവിടെ SL സജികുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാണ് സജീവമായി കേൾക്കുന്നത്. നമ്മളിപ്പോൾ കൊല്ലം മണ്ഡലത്തിൻ്റെ കാര്യത്തിലും അനിശ്ചിതത്വം തുടരുകയാണ്. കൊല്ലം മണ്ഡലത്തിലൊക്കെ ആരെ നിർത്തും എന്നുള്ള കാര്യത്തിൽ LDF, കാരണം മുകേഷിന് സീറ്റ് കൊടുക്കില്ല. അപ്പം ഷിബു ബേബി ജോണിനെ ഇടതുപക്ഷത്തേക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്താനുള്ള ശ്രമമൊക്കെ ഒരു സൈഡിലൂടെ നടക്കുന്നു. UDF കൊല്ലം ഷിബുവിന് തന്നെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ LDF ആരെ നിർത്തും? ചിന്താ ജെറോമിനെ നിർത്തിയാൽ 7 നിലയ്ക്ക് പൊട്ടും എന്ന് CPM-ന് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലായിരിക്കും വരുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും BJPയുടെ ഒരു സാധ്യത പട്ടികയൊക്കെ ഏറെക്കുറെ പുറത്ത് വരുന്നുണ്ട്. അതനുസരിച്ച് ഈ പറഞ്ഞതുപോലെ LDF കൂടി സഹായിച്ചാൽ BJPക്ക് ഒരു 6-7 സീറ്റുകൾ നേടാൻ കഴിയുമെന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. കോൺഗ്രസ് ഇത്തവണയും പ്രതിപക്ഷത്തേക്ക് തന്നെ പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി അടി നടക്കുന്ന പോലെ ഇനി പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള അടി എപ്പം തുടങ്ങുമെന്ന് നോക്കിയാൽ മതി. എന്തായാലും സതീശ പ്രതിപക്ഷ നേതാവാക്കാൻ സാധ്യത കുറവാണ്.